ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. തേങ്ങയും തക്കാളിയും മല്ലിച്ചപ്പും സവാളയും എല്ലാം ചേർത്ത് റെഡിയാക്കി എടുക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മിക്സഡ് ചമ്മന്തി റെഡിയാക്കി നോക്കിയാലോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും അതേമാതിരി ഇഡ്ഡലി, ദോശ എന്നിവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചമ്മന്തിക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലേക്ക് ഒരു 10-12 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് ഒരു 5 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. ഇത് വല്ലാതെ മൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം മാത്രം ഇത് ഇളക്കി കൊടുത്താൽ മതി. അധിക നേരം അടുപ്പിൽ വെച്ച് കൊടുക്കരുത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വല്ലാതെ ഫൈനായിട്ട് അരയരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.